നരേന്ദ്രമോദിയുടെ 400+ സ്വപ്നങ്ങൾ തകർന്നു വീണത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ്. ഇതിന് പിന്നാലെ ഇതാ ഹരിയാനയിലെ BJP ആധിപത്യം ഇല്ലാതാവുകയാണ്. പിന്നാലെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി വാങ്ങാൻ ഒരുങ്ങുകയാണ് BJP. രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെല്ലാം പാളിപ്പോയി. മോദി അനുകൂല വാർത്താ ചാനലുകൾ പോലും ഇവിടെ മോദിയെ കൈവിട്ട് കളഞ്ഞു. രണ്ടിടത്തും എക്സിറ്റ് പോൾ ഫലങ്ങൾ BJPക്ക് നിരാശയാണ് നൽകുന്നത്. ഹരിയാനയിലെ 10 വർഷത്തെ BJP ഭരണത്തിന് ഇതോടെ അവസാനമാകുമെന്നാണ് പ്രവചനം. ജമ്മു കാശ്മീരിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ BJP എത്തുമെന്നും പ്രവചിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. രണ്ടിടത്തും രണ്ട് സംസ്ഥാനങ്ങളിലും തിരിച്ചടി കിട്ടുമെന്ന കടുത്ത ആശങ്ക ഇപ്പോൾ കേന്ദ്രത്തിനുണ്ട്. തോൽവി നേരിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനുള്ള തിരിച്ചടി കൂടിയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാനാകാതെ വന്നപ്പോൾ തന്നെ BJPയിൽ മോദിയുടെ അവസ്ഥ പരുങ്ങലിലാണ്. ഇനി ഇതുകൂടിയാകുമ്പോൾ 100 ദിനം പിന്നിട്ടതിന്റെ പകിട്ടൊക്കെ മങ്ങുമെന്നാണ് യാഥാർത്ഥ്യം. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകിയതും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതുമെല്ലാം മോദിയും അമിത്ഷായും ഒരുമിച്ചിരുന്നാണ്. പ്രചരണത്തിലും ഇവർ സജീവമായിരുന്നു. തിരിച്ചടി ഉണ്ടായാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇരുവർക്കും സാധിക്കില്ല എന്ന് BJP നേതൃയോഗങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകളിലെയും ഈ തോൽവി സ്വാധീനിക്കും ഉറപ്പാണ്. അവിടെയും BJPക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നും സൂചനയുണ്ട്. പിന്നെ BJP ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ത് കണ്ടിട്ടാണെന്നാണ് ഇന്ത്യ മുന്നണി ചോദിക്കുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ NDAയുടെ ഭരണ തുടർച്ച BJPക്ക് നിർണായകമാണ്. ഇനി അത് സാധ്യമാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. പിന്നാലെ ഘടകകക്ഷിയിൽപ്പെട്ട നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസ് സഖ്യത്തിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പോഴും കോൺഗ്രസിലേക്കുള്ള ഒഴുക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യത്തിലേക്കുള്ള ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. ജാർഖണ്ഡിലും സീറ്റ് നിലയിൽ BJP പിന്നോട്ടായിരുന്നു. ഇങ്ങനെ പോയാൽ JDU തെലുങ്കുദേശം സഖ്യകക്ഷികളുടെ സമ്മർദ്ദമാകും BJPക്ക് ഇനി ഭയക്കേണ്ടി വരിക. കർഷകരോഷമാണ് ഹരിയാനയുടെ ഭാവി താനെ മാറ്റിമറിച്ചത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ പ്രവചിച്ച ആ വിധവര തിരിച്ചടി BJPക്ക് സംഭവിച്ചാൽ അതിന് മുഖ്യ കാരണം ഡൽഹിയിൽ അരങ്ങേറിയ തന്ത്രപ്രധാനമായ ചരിത്രത്തിൽ ഇടങ്ങേറിയ കർഷക പ്രക്ഷോഭം തന്നെയാണ്. 10 വർഷമായി അധികാരത്തിലുള്ള BJP തോൽക്കുമെന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. ഒന്നുകൂടി പറയുന്നുണ്ട്, 3-2 ഭൂരിപക്ഷത്തോടെ ഇന്ത്യ കൂട്ടായ്മ അധികാരം പിടിച്ചെടുക്കുമെന്ന്. സംഘപരിവാർ അനുകൂല റിപ്പബ്ലിക് TVയുടെ പോലും പ്രവചനം ഇതാണ്. അതാണ് BJPക്ക് ഒരു ഞെട്ടലായി മാറിയത്. ഹരിയാനയിലെ മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡ, മുൻ കേന്ദ്രമന്ത്രി കുമാരി ഷെൽജ, രാജ്യസഭാംഗം രൺദീപ് സിംഗ് സുർജേവാല ഇവരാണിപ്പോൾ ഹരിയാനയിലെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ച് രംഗത്തുള്ളത്. പ്രചരണത്തിന്റെ നേതൃത്വം ഹൂഡയ്ക്കാണ് കേന്ദ്ര നേതൃത്വം നൽകിയത്. ഇതിൽ പ്രതിഷേധിച്ച് ഷെൽജയും സുർജേവാലയും ഈ അടുത്ത കാലത്തു നിന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയതേയില്ല. പക്ഷേ മുഖ്യമന്ത്രി പദത്തിനായി ഹൂഡയടക്കം ലക്ഷ്യമിട്ടു എന്നറിഞ്ഞതോടെ ഇരുവരും വീണ്ടും ഇറങ്ങി തുടങ്ങി പ്രചരണ പരിപാടികളിലേക്ക്. കാരണം എങ്ങനെ മുഖ്യമന്ത്രിയാകണം. 2019 10 ലോക്സഭാ സീറ്റ് ജയിച്ച BJPക്ക് 5 സീറ്റാണ് ഇത്തവണ നഷ്ടമായത്. രണ്ടാം മോദി സർക്കാർ കൊണ്ടുവന്ന കർഷക വിരുദ്ധ കാർഷിക നിയമങ്ങൾക്കെതിരെ ഹരിയാനയിലെ കർഷകരും ശക്തമായി രംഗത്ത് വന്നിരുന്നു. കേന്ദ്രത്തിലെയും ഹരിയാനയിലെയും BJP സർക്കാരുകൾ ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനാണ് തുടക്കം മുതൽ എല്ലാ നിലപാടും എടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ BJP തോൽപ്പിക്കണമെന്ന കൃത്യമായ ആഹ്വാനം കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ചയാണ് നൽകിയത്. കർഷക നേതാക്കൾ BJPക്കെതിരെ പ്രചരണം നടത്തി. കർഷക രോഷത്തിനൊപ്പം സൈനിക സേവനത്തെ കരാൽവൽക്കരിച്ച അഗ്നിപത് പദ്ധതി, ഗുസ്തി തരങ്ങളുടെ പ്രക്ഷോഭം, ഇതെല്ലാം ഹരിയാനയിൽ വൻ ഇളക്കമാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഈ മൂന്നാം ടൈമിൽ BJPക്ക് കാര്യങ്ങൾ ചെറുതായി പോലും സുഖകരമല്ല. കനത്ത തിരിച്ചടികളാണ് രണ്ട് സംസ്ഥാനങ്ങളിലെയും ഓരോ മണ്ഡലത്തിലും BJPയെ കാത്തിരിക്കുന്നത്. ജമ്മു കാശ്മീരിലാകട്ടെ വെറും 28 സീറ്റാണ് BJP മത്സരിക്കുന്നത്. കാരണം താഴ്വരയിൽ നിന്നാൽ ജയിക്കില്ലെന്ന് BJPക്ക് അറിയാം. അപ്പോൾ സ്വതന്ത്രന്മാരെ പരമാവധി പിന്തുണച്ച് അവരെ ജയിപ്പിച്ചെടുത്ത് ഒരു തൂക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ സ്വതന്ത്രന്മാരുടെ സഖ്യകക്ഷികളുടെയൊക്കെ പങ്കാളിത്തമുള്ള ഒരു മന്ത്രിസഭ ജമ്മു കാശ്മീരിൽ രൂപീകരിക്കുക. ഇതായിരുന്നു BJPയുടെ ആദ്യത്തെ ശ്രമം. എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് 28 സീറ്റുകൾ പ്രഖ്യാപിച്ചു, അവിടെ അവസാനിപ്പിച്ചു. ഇതോടെയാണ് BJP സ്ഥാനാർത്ഥി നിർണയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ BJP ജമ്മു കാശ്മീരിൽ പരാജയപ്പെട്ടുവെന്ന് ഏവരും വിധി എഴുതാൻ കാരണം.